ഇതിൽ PMMSY എന്ന് പറയുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്ന ഒരു വലിയ കുട പോലെയാണ്. ആ കുടക്കുഴിൽ രണ്ട് പ്രധാനപ്പെട്ട ചെറിയ കുടകളുണ്ട്. അത് CS-ഉം CSS-ഉമാണ്. CS എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീംസ് എന്നാണ് പറയുന്നത്. അടുത്ത CSS എന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അപ്പോൾ അതിൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമിനകത്ത് തന്നെ ഗുണഭോക്താവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുമുണ്ട്, അല്ലാതെ ജനറലായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുമുണ്ട്. അന്നേരം CSS-ൽ ഗുണഭോക്താവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഐസ് പ്ലാന്റുകളുടെ സ്ഥാപനം. അപ്പോൾ ഈ CSS-നകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നീലവിപ്ലവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കുറച്ച് കമ്പണൻ്റാണ് ഈ CSS വരുന്നത്. ഇപ്പോൾ നിലവിലുള്ള മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക, അത് ക്യാപ്ചറിലൂടെ ആയാലും കൾച്ചറിലൂടെ ആയാലും. അത് കഴിഞ്ഞിട്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഈ മത്സ്യം ഉൽപാദന മേഖലകളായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. അതുപോലെ പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക. അങ്ങനെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഐസ് പ്ലാന്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് എവർക്കും അറിയാം, മത്സ്യം പെട്ടെന്ന് കേടാവുന്ന ഒരു വിഭവമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചില്ല് ചെയ്ത് സൂക്ഷിക്കണം. അതിന് ഐസ് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സ്വാഗതം പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു ഇതിനു മുമ്പ് ഐസ് എല്ലാം സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു സ്ഥാപനം വന്നതിൽ ഈ സ്ഥാപനത്തിന് മുൻകൈ എടുത്ത് ഇതിന് പ്രവർത്തനത്തിനെല്ലാം തയ്യാറായ അതിൻ്റെ ഉടമകളെയും അതിൻ്റെ കുടുംബാംഗങ്ങളെയും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മൈലൻ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാവിധ സപ്പോർട്ടും സഹകരണങ്ങളും ഈ സ്ഥാപനത്തിനുണ്ടാകും. 2023-24 വരെ 284 ഗുണഭോക്താക്കൾക്കായി 788.577 ലക്ഷം രൂപ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾ ഓരോ വർഷത്തെയും ചുവടെ നൽകുന്നു. 2020-21 വർഷത്തിൽ 48 ഗുണഭോക്താക്കൾക്കായി 161.791 ലക്ഷം രൂപ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2021-22 വർഷത്തിൽ 168 ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത്. അവർക്കായി 352.524 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2022-23 വർഷത്തിൽ 16 ഗുണഭോക്താക്കൾക്കായി 135.424 ലക്ഷം രൂപയാണ് ജില്ലയിൽ ചെലവാക്കിയത്. ഐസ് കൊണ്ടുവരുന്നത് കൊല്ലം മേഖലയിലാണ്, നീണ്ടകരയിൽ കൊല്ലം മേഖലയിലാണ്. അങ്ങനത്തെ ഐസ് പ്ലാന്റ് ഇവിടെ വന്നതിന് ഒരു നല്ല കാര്യം, സർക്കാരിൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നല്ല സബ്സിഡി 40% 50% സബ്സിഡിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. അങ്ങനെ സ്കീം സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല സ്കീമുകളുണ്ട്. ഐസ് പ്ലാന്റ് സാധാരണഗതിയിൽ വലിയ കറണ്ട് ചാർജ്, മറ്റു ചെലവുകൾ ഒക്കെ വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഐസ് പ്ലാന്റുകൾ മുൻപ് ഒരു കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ അത്രയും ഐസ് പ്ലാന്റുകൾ ഇല്ലാത്തത്. മുൻപ് നാഷണൽ ഹൈവേ കൂടി പോയാൽ ധാരാളം ഐസ് പ്ലാന്റുകൾ കാണാമായിരുന്നു. ഇപ്പോൾ ഐസ് പ്ലാന്റുകൾ കുറഞ്ഞു വരികയാണ്. അതിന് ഒരു കാരണം ഇതിൻ്റെ ചെലവ്, നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ചെലവ്, ഡിമാൻഡ്, കറണ്ട് ചാർജ് വളരെയേറെ വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള മേഖലയാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ അത്രയും അങ്ങോട്ട് തുറന്ന് കാണുന്നില്ലെന്നുണ്ട്. ഐസ് നാളെ ദിവസങ്ങളോളം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാവുന്ന മീനുകളുണ്ടായി ഇടക്കാലത്ത്. ഐസ് നാളെ ആരോഗ്യത്തോടെ മീൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? കെമിക്കലി. അപ്പോൾ നമുക്കിത് വളരെ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വെറുതെ പറഞ്ഞതല്ല, കൂടുതൽ വ്യവസായങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ധാരാളം പുതിയ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അത് മൈലം കൊട്ടാരക്കരയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. കൊട്ടാരക്കരയുടെ നഗരസഭയുടെ സ്ഥലപരിമിതി, CSR രമേശ് ഉണ്ട്. ആ നഗരത്തിൻ്റെ സ്ഥലപരിമിതിയുടെ പ്രശ്നം ഇനിയാ ഭാഗത്ത് നിറഞ്ഞ സ്ഥലം, അത് കൂടുതൽ രണ്ടു ഒരേപോലെ തന്നെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് കൂടുതൽ വികസന കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ആലോചിക്കുന്നതനുസരിച്ചുള്ള പദ്ധതി, ഒരു വലിയ പദ്ധതിയുണ്ട്. നിങ്ങൾക്കറിയാം, ബൈപ്പാസിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ആലോചിച്ചിരിക്കുകയാണ്. മത്സ്യ കച്ചവടം മുഖ്യം ജംഗ്ഷനുകൾ, ഒരു നമ്മുടെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് റെസ്റ്റോറൻറ്റുകളെ കാണും.
അല്ലെങ്കിൽ ഹോട്ടലുകളേക്കാൾ കൂടുതൽ കാണുന്നത് ഫിഷ് മാർക്കറ്റുകൾ. മത്സ്യം വാങ്ങിക്കാൻ ചന്തയിൽ തന്നെ പോകാൻ ആവശ്യപ്പെടില്ല. അത് നമ്മുടെ വിരൽത്തുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇത്തരത്തിലുള്ള വിപണനം വർദ്ധിക്കുമ്പോൾ അവിടെ ഏറ്റവും ആവശ്യമായി വരുന്ന ഐസ്, അത് വാങ്ങിക്കുന്നതിന് വേണ്ടി ചവറയിലോ നീലഗിരിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള മത്സ്യബന്ധന തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഐസ് പ്ലാന്റുകളിൽ പോകേണ്ടതായി. ആ ഒരു കാഴ്ചപ്പാട് മാറി എല്ലാ നഗരങ്ങളിലും, എല്ലാ അർബൻ സിറ്റികളിലും, മെട്രോപൊളിറ്റൻ സിറ്റി മാത്രമല്ല അർബൻ സിറ്റികളിലും ഐസ് പ്ലാന്റുകൾ മത്സ്യം സംരക്ഷിക്കുന്നതിന് മാത്രമല്ല ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ സൂക്ഷിക്കേണ്ട സാധനങ്ങൾക്ക് അനിവാര്യമായ ഐസ് ട്യൂബിംഗ് ആയിരുന്നത്, ഐസ് കട്ടകളായിരുന്നത്. നമ്മുടെ ആശുപത്രികളിൽ പോലും ഐസ് കട്ട ആവശ്യമാണ് പല സാധനങ്ങളും. അപ്പൊ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ ഐസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങളുമായിട്ടുണ്ട്. കേന്ദ്രം നേരിട്ട് ഐസ് പ്ലാന്റ് പൈസ കൊടുക്കുന്നത് ഇതിന്റെ ഗുണഭോക്താക്കൾ തീരുമാനിക്കുന്നത്. ഇതിന്റെ ഫണ്ട് കൈമാറുന്നതുമെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഫിഷറീസ് വകുപ്പാണ്. എത്രത്തോളം ഗുണഭോക്താക്കളാണോ ഉള്ളത് അതിന് ആവശ്യമായ പണം കേന്ദ്രം കൊടുക്കുന്നതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രം സംസ്ഥാനത്തിന് വേണ്ടി പണം കൊടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഈ പണം ചെലവഴിച്ചതിന് ശേഷം കൃത്യമായി അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് കൊടുക്കും. അത് കൊടുക്കാതെ വരുമ്പോഴാണ് പിന്നെ കിട്ടാതെ വരുന്നത്. ഈ പദ്ധതി നല്ല വിജയകരമായി ഐസ് പ്ലാന്റിന്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. അതിന് പരിഹാരമായി കേന്ദ്രാവിഷ്കൃത പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയിലൂടെ ഒരു സ്കീം പ്രവർത്തനമായിരിക്കുന്നു. ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ സ്ഥാപനം വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുമായ ആശംസയോടൊപ്പം തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ലോക്സഭാ അംഗത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ഐസ് പ്ലാന്റിനുള്ള ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചായിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഹോളി ഐസ്ക്രീം എന്ന സ്ഥാപനത്തിന്റെ ആശംസകൾ നേടുകയാണ്. വിഷയമായി കൊട്ടാരക്കര നഗരത്തോട് ചേർന്ന് ട്രാഫിക് കഴിഞ്ഞ് നടത്തുന്നതുമായ പഞ്ചായത്താണ്. കൊട്ടാരക്കര നഗരത്തോട് ചേർന്ന് എത്തുന്ന സ്ഥാപനം എന്തുകൊണ്ട് ഈ പുതിയ സംരംഭമാണ്. കൊട്ടാരക്കര ഐസ് പ്ലാന്റ് ഏറ്റവും നേരത്തെ ഉണ്ടായിരുന്നതിന് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. അതിനെ മുൻകൈയെടുത്ത കൃഷി സൗകര്യങ്ങൾ അറിയിക്കുകയാണ്. കൊട്ടാരക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തേതായി കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരയാന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും. അത് കൊട്ടാരക്കര പണ്ട് മുതലേ പേരെടുത്തതാണ്. അത് കേരളത്തെ എവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ പ്രദർശിക്കുന്നത്, നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കർഷകരെ തിരികൊണ്ടാണ്. കർഷകരുടെ പടം കാണിച്ചാണ് കേരളത്തെ കുറിച്ച് ഒരു പ്രൊമോഷൻ നമ്മൾ നടത്തുന്നത്. ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഉൽപ്പത്തി ഇവിടെ നിന്നാണ്, കൊട്ടാരക്കര നിന്നാണ്.
നന്ദി.